നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി.ജെ.പി. വിരുദ്ധ മുന്നണിയുടെ പ്രധാന മുഖമായ അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിലാകാൻ പോകുന്നു. ഡൽഹി മദ്യനയ കേസിൽ ഇഡിയുമായി ഒളിച്ചുകളി നടത്തിവന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയെ കേന്ദ്ര ഏജൻസി വലയിലാക്കി. രാഷ്ട്രീയ വേട്ടയെന്ന് പ്രതിപക്ഷവും അഴിമതിക്കാർക്കുള്ള മുന്നറിയിപ്പെന്ന് ബി.ജെ.പിയും പരസ്പരം കൊമ്പ് കോർക്കുന്നു. രാജ്യ തലസ്ഥാനം രോഷപ്രകടനത്തിന്റെ വേദിയാക്കി ആം ആദ്മി പാർട്ടി. കേരളത്തിൽ കേജ്രിവാളിനായി UDF-ഉം LDF-ഉം. ഡൽഹിയെ മദ്യക്കച്ചവടത്തിനായി തുറന്നുകൊടുത്ത് പാർട്ടിക്കായി 100 കോടി കൈപ്പറ്റിയതിന്റെ വാദങ്ങൾ ED നിരത്തുമ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ ഇനി തുടരാൻ കേജ്രിവാളിന് കഴിയുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ED വലയിലേക്ക് ഇനി ആരൊക്കെ? പ്രൈം ഡിബേറ്റിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് മാത്യു വിൽസൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ബി.ജെ.പിയുടെ വക്താവ് ശ്രീ S. ജയസൂര്യൻ, CPM സഹയാത്രികൻ ശ്രീ M. ജയചന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇത് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണല്ലോ. ED പലതവണ സമൻസ് അയച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന്, പക്ഷേ അദ്ദേഹം ഹാജരായിരുന്നില്ല. പക്ഷേ ഒടുവിൽ കോടതി ആം ആദ്മി പാർട്ടിയെ സഹായിച്ചില്ല. അവസാനം EDക്ക് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുവാനും കഴിഞ്ഞു. പക്ഷെ ഇവിടെ ED നിരത്തുന്ന വാദങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടല്ലോ. അവിടെ ഒരു വലിയ കോഴ ഇടപാടിന്റെ കഥകളാണല്ലോ ED പറയുന്നത്. അത് ഗോവ തെരഞ്ഞെടുപ്പിലും പഞ്ചാബ് തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചുവെന്നും. അല്ല, ആദ്യമേ തന്നെ പറയട്ടെ ശ്രീ മഞ്ജുഷ്, അങ്ങയുടെ ചില പരാമർശങ്ങൾ തുടങ്ങിയപ്പോൾ ചില പരാമർശങ്ങളോടുള്ള വിയോജിപ്പോട് കൂടി മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. ശബ്ദം പോയിരിക്കുകയാണ് രാവിലെയുള്ള പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. ഒന്ന്, അദ്ദേഹത്തെ വലയിലാക്കാൻ എന്താ മീനൊന്നുമല്ല. അദ്ദേഹം ഡൽഹിയുടെ വഴിത്താരകളിൽ രാവിലെ നടക്കുന്ന മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹം പോയ കാഴ്ച കണ്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന 58 ഇഞ്ചിൻ്റെ വലിപ്പമൊന്നും ഇല്ലാത്ത കമാൻഡോസിൻ്റെ പുറകെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നടക്കാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വലയിലാക്കിയ, ഞാൻ പറയാം, അങ്ങനെ വലയിലാക്കുകയാണെങ്കിൽ നീരവ് വിജയ് മല്യയെ വലയിലാക്കാൻ എന്തേ പറ്റാതിരുന്നത്? എന്താണ് നീരവ് മോദിയെ വലയിലാക്കാൻ പറ്റാതിരുന്നത്? എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ്, ഞങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയമായി ആരോപിക്കുന്നു, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാനുണ്ടാക്കിയെന്ന് ഇപ്പോഴും പൊതുസമൂഹത്തിൽ ആരോപണമുള്ള പുൽവാമ ആക്രമണത്തിലെ പ്രതികളെ അതുമായി ബന്ധപ്പെട്ടവരെ വലയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വലയിലാക്കുക എന്നൊക്കെ ഉള്ളത് വിടേര്. പിന്നെ രാഷ്ട്രീയമായി സമൻസിൻ്റെ ഭാഗം, സമൻസിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിക്കുന്നു. ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ മതേതര ഇന്ത്യ മുന്നണിയുടെ മുഖമായിട്ടുള്ള, കൃത്യമായി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന, നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ആക്രമിക്കുന്ന, മതേതര ഇന്ത്യയുടെ രാജകുമാരൻ എന്ന് ഈ നാട്ടിലെ സകല മാധ്യമങ്ങളും പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ മാറ്റി നിർത്തണം എന്ന് ഈ നാട്ടിലെ ഫാസിസ്റ്റ് ശക്തികൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിന് മുമ്പിൽ പിടികൊടുക്കാൻ, ആ ആഗ്രഹത്തിന് മുമ്പ് നിൽക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സമൻസുമായി പ്രതികരിക്കാതിരുന്നത്. ഞങ്ങൾ കോടതിയുടെ ഒരു കാര്യം, ബി.ജെ.പിയുടെ കാര്യമാണല്ലോ പറയുന്നത്, ഈ ഫാസിസ്റ്റ് നീക്കത്തിന് അദ്ദേഹം പിടികൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഈ കേസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇത് ബി.ജെ.പി. അല്ലല്ലോ ഇത് മുന്നോട്ട് വെച്ചത്. ഇത് കോൺഗ്രസിന്റെ ഒരു പ്ലോട്ട് അല്ലായിരുന്നോ? നിങ്ങൾ പ്ലോട്ടാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയായിരുന്നില്ലേ? കോൺഗ്രസ് അല്ലേ ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിച്ചത്? എന്റെ ഓർമ്മ അങ്ങനെയാണ്. അല്ല, കോൺഗ്രസ് ഉന്നയിച്ചോ എന്നുള്ളതല്ല, ആവശ്യപ്പെട്ടത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ആ സമയത്ത് അഴിമതി രഹിത ഭരണത്തിനായി മുമ്പോട്ട് വന്ന ഒരു പാർട്ടി, അതുമായി ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾ വരുന്നു, അധികാരത്തിലേക്ക് വരും. സ്വാഭാവികമായി ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിൽ സകല പാർട്ടികളും അരവിന്ദ് കെജ്രിവാൾ മുമ്പിൽ അണിനിരക്കുന്നതിന്റെ കാരണം എന്താണ്? അതിനൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം, നിലവിലത്തെ ശത്രു എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുന്ന, രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന, രാജ്യത്തെ പൗരന്മാരെ നാടുകടത്താൻ ശ്രമിക്കുന്ന, വർഗീയമായി മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് പൊരുതാൻ വേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന മതേതര കക്ഷികൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിൽ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ CPM എന്നോ ഞങ്ങൾ കൃത്യമായി കോൺഗ്രസ് ഈ വിഷയം കൊണ്ടുവന്നതിനെ ഇപ്പോൾ നിങ്ങൾ കുറ്റമായിട്ട് കാണുന്നില്ല എന്നാണോ? ഇതേ കാര്യങ്ങളാണെന്ന് കോൺഗ്രസും പറഞ്ഞത്. കാരണം ഈ മദ്യക്കച്ചവടം സ്വകാര്യ ലോബിക്ക് കൊടുക്കുക വഴി വലിയൊരു അഴിമതി നടന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് ആണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ കോൺഗ്രസ് അന്ന് പറഞ്ഞത് അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ആ കോൺഗ്രസ് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ്. അല്ല, അഴിമതി ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ പബ്ലിക് ഡൊമൈനിൽ ഓരോ സാഹചര്യം ഉയർന്നു വന്നിട്ടില്ലേ? നമുക്കറിയാം 2G സ്പെക്ട്രം കേസ്. ആ കേസ് അന്ന് വന്ന സമയത്ത് നമുക്കറിയാം കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടി. പിന്നെ ആ കേസ് എങ്ങോട്ട് പോയി? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കേസിന്റെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടും കേസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിനെതിരെ പൊരുതിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാനത് പറയുന്നത് ഒരു സംശയമില്ലല്ലോ. അഴിമതി ആരോപണത്തിന്റെ ഭാഗമായി നിന്നു. പബ്ലിക് ഡൊമൈനിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ നേരിടണം. പക്ഷെ ഇവിടെ എന്താ കേസ്?
ഇവിടെ കേസ് പ്രൈമ ഫേസി കേസുണ്ടോ? ഇപ്പോൾ കോടതിയിൽ വാദം നടക്കുകയാണ്. നമുക്കറിയാം അന്വേഷണ ഏജൻസികളുടെ ഭാഗമായിട്ട് മാത്രമേ കോടതി നിൽക്കുകയുള്ളൂ. അന്വേഷണത്തിന്റെ ഭാഗമായി സഹകരിക്കാൻ കസ്റ്റഡിയൊക്കെ പോകും. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്താ കേസ്? 1 രൂപയുടെ പോലും, അതായത് ഒരു മനുഷ്യൻ, അവൻ ഇവിടെ ആരാ അപ്രൂവർ, ആരാ ഇവിടെ മാപ്പ് സാക്ഷി, ആരാ മാപ്പ് സാക്ഷി എന്ന് പറയുന്നത്? ഒരു പ്രതിയായ മനുഷ്യൻ. ഇവിടെ വേറെ തെളിവൊന്നുമില്ല. വാട്സപ്പിൽ ചാറ്റ് കണ്ടു എന്നാ പറയുന്നത്. 1 രൂപ പോലും അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ല. ഈ വിജയ് നായരുമായിട്ട് ബന്ധമുണ്ടോ? എങ്ങനെയാണ് വിജയ് നായർ ആരാണ്? അല്ല, വിജയ് നായർ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയുമായി ബന്ധമുള്ള ആ സമയത്ത് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആരൊക്കെ കടന്നു വരാറുണ്ട്. ഇവരുടെ മനോഗതിയൊക്കെ തുറന്നു നോക്കിയിട്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കോ നേതാക്കന്മാരോ ഇരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാന വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സിസോദിയക്ക് ജാമ്യം കൊടുക്കാത്ത ഒരു വിഷയം കൂടിയില്ലേ? അല്ല, സിസോദിക്ക് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുന്നു? അതിന്റെ ഭാഗമായി നിലവിലുള്ളൊരു നിയമത്തെ, ഒരു കരി നിയമത്തെ, ഒരു ഡ്രാക്കോണിയൻ ലോയെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി വേട്ടയാടും, പ്രതിപക്ഷ കക്ഷികളെ നിരന്തരമായി വേട്ടയാടുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ അഴിമതി ആരോപണമുണ്ട്. ആ ആരോപണം അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിന് കേജ്രിവാളിലേക്ക് എത്താനുള്ള തെളിവ് എന്താണ്? മനീഷ് സിസോദിയയിലേക്ക് എത്തിയ സമയത്ത് പറഞ്ഞു സിസോദിയയ്ക്ക് മാത്രമാണ് പങ്ക്. നമുക്കറിയാം 3 കഥകളായിരുന്നു വന്നത്. ചീഫ് സെക്രട്ടറി ഗവർണർ കൊടുത്ത പരാതിയിൽ എന്താ പറഞ്ഞത്? 580 കോടി രൂപയുടെ അഴിമതി വന്നു. ചീഫ് സെക്രട്ടറി ഗവർണർ CBI വിളിച്ചുകൊണ്ടു. CBI പറയുന്നു 144 കോടിയുടെ അഴിമതി എന്ന് പറയുന്നു. അവസാനം ED പറയുന്നു 100 കോടിയുടെ അഴിമതി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാൻ ആഗ്രഹിക്കും, 2023 അരവിന്ദ് കെജ്രിവാളിന്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ട്വീറ്റ്. എന്തിനായിരുന്നു ട്വീറ്റ് ചെയ്തത് അറിയാമോ? അദ്ദേഹം ആ ട്വീറ്റ് ചെയ്തതിന്റെ ഭാഗം എന്ന് പറയുന്നത് 2023 ഡൽഹിയിലെ, അതായത് സാമ്പത്തിക വരവ് ചിലവ് കണക്കുകളുടെ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്തുവിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എഴുതിയ ട്വീറ്റാണ്. എന്തായിരുന്നു ട്വീറ്റ്? അതായത് ഡൽഹിയിലെ പ്രതിശീർഷ വരുമാനം, അതായത് 4,84,000 രൂപയിൽ നിന്ന് 8,68,000 രൂപയിലേക്ക് മാറിയ ഒരു സർക്കാരിന്റെ തലവനാണ് അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഒരു മനുഷ്യന് 100 കോടി രൂപയുടെ അഴിമതിപ്പണം അല്ലെങ്കിൽ അഴിമതി നടത്തി ഒരു തെരഞ്ഞെടുപ്പിൽ ഫണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? ഇത്തരം അസംബന്ധം ശ്രീ എസ് ജയസൂര്യൻ, ഇവിടെ വിനോദ് മാത്യു വിൽസൺ, അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ആദ്യവാദം താങ്കൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. ഈ വലയിലാക്കി എന്ന എന്റെ പ്രയോഗത്തെ അദ്ദേഹം ഖണ്ഡിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ പക്ഷേ വേട്ടയാടി എന്നുള്ള കാര്യത്തെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വേട്ടയാടുന്നു എന്നതിന് പ്രസക്തി കൂടുകയല്ലേ ശ്രീ എസ് ജയസൂര്യൻ? അദ്ദേഹം ചോദിക്കുന്നത് എവിടെയാണ് ഈ 100 കോടി അരവിന്ദ് കെജ്രിവാൾ വാങ്ങി അത് പാർട്ടിക്കായി ഉപയോഗപ്പെടുത്തി എന്നതിന് തെളിവ്? ആ തെളിവാണല്ലോ ഇപ്പൊ കോടതിയുടെ മുമ്പിൽ വ്യക്തമാകാൻ പോകുന്നത്. ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് അംഗീകരിക്കാൻ കഴിയില്ല? 9 തവണ സമൻസിനെ നിരാകരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി കൂടിയാണെന്ന് ഓർക്കണം. അപ്പൊ ഈ രാജ്യത്തിന്റെ കോടതികളും ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളുമായും ഞാൻ സഹകരിക്കുകയില്ല എന്ന് ആവർത്തിച്ച് 9 തവണ വ്യക്തമാക്കിയ ഒരു വ്യക്തി, അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം അഴിമതി രഹിതനാണ് എങ്കിൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും, വേട്ടയാടൽ നടക്കുന്നു എന്ന ബോധ്യത്തിലാണ് അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അവിടെയും അദ്ദേഹം നിയമ പോരാട്ടം തുടരുന്നുണ്ടായിരുന്നു, കോടതികളെ സമീപിക്കുന്നുണ്ടായിരുന്നു. അതെ, കോടതികളെ സമീപിക്കുമ്പോൾ അദ്ദേഹം കോടതികളെ അംഗീകരിക്കണ്ടേ? ഇവിടെ കോടതി അംഗീകരിക്കുന്നില്ലല്ലോ. ഈ കോടതികളും ഈ അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ഞങ്ങളെ വേട്ടയാടാൻ വേണ്ടിയാണ് എന്ന് ആരോപിക്കുകയല്ലേ ചെയ്യുന്നത്. ആ ആരോപണം എന്തിനാണ് മുന്നോട്ട് വെക്കുന്നത്? നേരെ മറിച്ച് നിയമവും കോടതികളെയും ഞാൻ അംഗീകരിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളോട് സഹകരിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്താൻ ഞാൻ തയ്യാറാണ്. കോടതിയിലേക്കല്ലല്ലോ സാർ വിളിച്ചത് ED ഓഫീസിലേക്കല്ലേ? സമൻസ് അല്ലേ? കോടതിയുടെ തിണ്ണയിലേക്കല്ല വിളിച്ചത്, ED ഓഫീസിലേക്കാണ് വിളിച്ചത്. ED പറ്റി ഞങ്ങൾക്ക് രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. നിങ്ങളുടെ ED ആണ്, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, നിങ്ങൾക്ക് വിടുപണി ചെയ്യുന്ന ഈ ED ആണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് നിങ്ങൾക്ക് വിടുപണി ചെയ്യുന്ന സംവിധാനമാണ് ED. നിങ്ങൾ കോശാന പാടുന്നവരാണ് ED. നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നവരാണ് ED. അതാണ് രാഷ്ട്രീയം. അതുകൊണ്ടാണ് അവന്റെ തിണ്ണയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ കോടതിയിൽ പോയി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിന്റെ അർത്ഥം കോടതി നിരാകരിച്ചു എന്നാണോ? അതിന്റെ അർത്ഥം കോടതിയെ കബളിപ്പിച്ചു എന്നാണോ? ഒരു കാര്യം മനസ്സിലാക്കണം, ചണ്ഡീഗഡിൽ മേയർ ഒരു കാര്യം മനസ്സിലാക്കണം, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അട്ടിമറിച്ചു. 3 വോട്ട് ഇൻവാലിഡ് ആക്കി നിങ്ങളുടെ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റി ചന്ദ്രചൂഡ് പറഞ്ഞ എന്താ? പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യണം. അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്ന ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന പഴയ നിയമ കാലഘട്ടത്തെ പറ്റി സംസാരിക്കുകയാണ്. യഹൂ നിയമത്തിൽ പറഞ്ഞ അങ്ങനെ പബ്ലിക് വിചാരണ. അവിടേക്ക് ചെന്നില്ലേ? ഞങ്ങൾ കോടതിയിൽ പോയില്ലേ? നേടിയെടുത്തില്ലേ? കുൽദീപ് കുമാർ എന്ന് പറയുന്ന ഒരു തൂപ്പുകാരൻ മനുഷ്യൻ ചണ്ഡീഗഡിൽ മേയറായിരിക്കുന്നില്ലേ? അപ്പൊ കോടതിയെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ, കോടതി അനുസരിക്കുന്നവരാണ് ഞങ്ങൾ.
ഞങ്ങളുടെ നിയമ പോരാട്ടത്തിലാണ് നിങ്ങൾ തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ കോടതിയെ നിരാകരിക്കുകയല്ല അരവിന്ദ് കെജ്രിവാൾ എതിർത്തത് ഇഡിയെയാണ്. അതെ, അല്ലാതെ കോടതിയൊന്നുമല്ല. ജയസൂര്യൻ മറുപടി. ചുമ്മാ വന്നിരുന്ന് സംസാരിക്കരുത്. വിനോദ് മാത്യു, എനിക്ക് സംസാരിക്കാമോ? വിനോദ് കോടതിയെ വകവച്ചില്ലവർ എന്ത് അർത്ഥത്തിലാണ്? ഇഡി നിങ്ങളുടെ ഏജൻസി. ശരി, ജയസൂര്യൻ പറയട്ടെ. വിനോദ് മാത്യു, താങ്കളെക്കാൾ കൂടുതൽ ബഹളം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. ഒരക്ഷരം താങ്കളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാൻ അത്തരം വ്യക്തിപരമായ പരാമർശമൊന്നും വേണ്ട. അതിനേക്കാളും ബഹളം വെക്കാൻ സാറിന്റെ കൈ വെച്ചിരുന്നാൽ മതി. ആ ഡയലോഗൊക്കെ അല്ല, ബഹളം മതിയോ? ബഹളമല്ലല്ലോ, ഞാൻ ഫാക്റ്റാ പറഞ്ഞത്. നിങ്ങൾ എന്താ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് പൊതുജനം കാണുന്നതല്ലേ. സമൻസ് തന്നത് ആരാണ്? കോടതിയാണോ? കോടതിയെ സമൻസ് അയച്ചത് ഇഡിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി സന്തോഷം തോന്നുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇച്ചിരി സുഖം തോന്നുന്നുണ്ടാവും. എന്താ, നിങ്ങളെ ആക്രമിക്കുക, നിങ്ങളുടെ നേതാവ് കള്ളന്മാരാണ്, നിങ്ങൾ അഴിമതിക്കാരാണെന്നും കൊള്ളക്കാരാണെന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ മുഖ്യ മനുഷ്യനെ അറസ്റ്റ് ചെയ്തതിന്റെ നിങ്ങൾ ഇപ്പൊ സന്തോഷം ഉണ്ടാവും. പക്ഷെ കാലമൊക്കെ തിരിഞ്ഞു വരും സാർ. ശരി ശരി, അന്ന് കണക്ക് പറയേണ്ടി വരും. ശരി, ജയസൂര്യൻ പറയട്ടെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാദം പറയട്ടെ. അന്വേഷണ സംവിധാനങ്ങൾ എത്തിച്ചേരുന്നത് കോടതിയിലേക്ക് തന്നെയാണ്. പോലീസ് ആണെങ്കിലും ഇഡി ആണെങ്കിലും CBI ആണെങ്കിലും ഏത് അന്വേഷണ സംവിധാനങ്ങളും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൽ അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ കേസ് ചെല്ലുന്നത്, അവസാനം തീരുമാനമെടുക്കുന്നത് കോടതിയാണ്, കോടതിയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ രാജ്യത്തിന്റെ അന്വേഷണ സംവിധാനങ്ങളിലൂടെ കോടതിയിലേക്ക് എത്തി ഒരു കാര്യം സത്യസന്ധമായി വിലയിരുത്തി അവിടെ ആ വിധിയെ അംഗീകരിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തോട് വിധേയത്വം പുലർത്തുന്ന ഏതൊരു എന്ത് വിധി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ത് വിധിയാണോ? സമൻസ് വന്നു, ഹാജരാവാൻ പറഞ്ഞു, ഹാജരാകാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു, കോടതിയിലേക്ക് പോയി, കോടതിയിൽ ഞങ്ങൾ ചെന്നു. അവസാനം 9ാമത്തെ തവണയും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടത്താൻ തയ്യാറാണ്. ശരി ശരി, ജയസൂര്യൻ പറയട്ടെ, അദ്ദേഹം പൂർത്തിയാകട്ടെ. അല്ല, വിധി വന്നൊക്കെ പറയാം. എന്ത് വിധിയാ വന്നേ? ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സംവിധാനങ്ങളോട് സഹകരിക്കാൻ തയ്യാറല്ല. കാരണം ഈ സംവിധാനമെല്ലാം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ചട്ടുകങ്ങളാണ് എന്നാണല്ലോ താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് ഈ രാജ്യത്ത് കോടതി ഏതെങ്കിലും ഒരു കാര്യം തനിക്ക് ഇഷ്ടമില്ലാത്തതാണ് പറയുന്നതെങ്കിൽ കോടതി ഭരണകൂടത്തിന്റെ ഉപകരണമാണ്, CBI ഭരണകൂടത്തിന്റെ ഉപകരണമാണ്, ED ഭരണകൂടത്തിന്റെ ഉപകരണമാണ്, പോലീസ് അന്വേഷണ സംവിധാനങ്ങളെല്ലാം BJP ആണ്, RSS ആണ് എന്നുള്ള ഈ ആരോപണം ഈ രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്നാൽ അതേസമയം തന്നെ ഇതേ അന്വേഷണ സംവിധാനങ്ങളോ ഇതേ കോടതിയോ BJPക്ക് എതിരായിട്ട് ഏതെങ്കിലും ഒരു പരാമർശം നടത്തുകയോ തീരുമാനമെടുക്കുകയോ ചെയ്താൽ അപ്പോൾ ജനാധിപത്യം ജയിച്ചു, നീതി ജയിച്ചു, സത്യം ജയിച്ചു, കോടതി ജയിച്ചു, ഭരണഘടന ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഈ ഇരട്ടത്താപ്പ് ആം ആദ്മി പാർട്ടിക്ക് ഭൂഷണമാണോ, അരവിന്ദ് കെജ്രിവാളിന്റെ ഭൂഷണമാണോ? കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരേ നിലപാടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷേ ഈ കോടതിയുടെ കാര്യത്തിൽ കോടതി പക്ഷേ ഇവിടെ അങ്ങനെ ഇടപെട്ടിട്ടില്ലല്ലോ. കോടതി ഇനി ഉത്തരവ് വരാൻ പോകുന്നതേ ഉള്ളൂ. അന്വേഷണ ഏജൻസിയുടെ ഈ വാദത്തെ എങ്ങനെ കോടതി കാണും എന്നുള്ളത് അത്രയേ ഉള്ളൂ. അതായത് കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? കോടതി ഉണ്ടല്ലോ രക്ഷിക്കാൻ. കോടതി അവിടെ കാര്യങ്ങൾ സത്യസന്ധമായി കണ്ട് വിധി പറഞ്ഞോളുമല്ലോ. അപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ദയവായി സഹകരിക്കുക, അന്വേഷണ ഏജൻസികളോട് സഹകരിച്ച് കോടതിയിലെത്തി അഗ്നിശുദ്ധി തെളിയിച്ച് പുറത്തേക്ക് വരൂ. അതിനുള്ള അവസരത്തിന് മുമ്പിൽ എന്തിനാണ് ഇത്രയധികം പ്രക്ഷോഭങ്ങളും ഇത്രയധികം പ്രതിഷേധങ്ങളും ഇത്രയധികം ടെൻഷനും അടിക്കുന്നത്? ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഈ അഗ്നിശുദ്ധി വരുത്താൻ പറയുമ്പോഴും അതിനെടുക്കുന്ന കാലയളവൊക്കെ വലുതായിരിക്കുമല്ലോ. ഒരുപാട് കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കുറെ തെളിവുകൾ ED നിരത്തുന്നു. പക്ഷേ അതിന് അവർ പറയുന്ന കാര്യങ്ങൾ, അവർ എന്തൊക്കെയാണോ പറയുന്നത്, അത് ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും പിന്നെ റിമാൻഡ് ചെയ്യുന്ന സമയത്തും സ്വാഭാവികമായിട്ടും കോടതി അത് അംഗീകരിച്ച് ആ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ മിക്ക കേസുകളിലും പിന്നീട് കാണുന്നത് എന്താണ്? ശിക്ഷിക്കാൻ വേണ്ടത്ര തെളിവുകൾ അവിടെ ഉണ്ടാവുകയുമില്ല. അതിനപ്പുറം എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഉള്ളതിപ്പോൾ? നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഒരു അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ലൈനിന് വിധേയമായിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു അന്വേഷണ ഏജൻസി അദ്ദേഹത്തിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകുന്ന സമയത്ത് ആ സമൻസിനെ ഓണർ ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. തുടർച്ചയായിട്ട് 9 പ്രാവശ്യം അദ്ദേഹം അത് നിരാകരിക്കുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം
അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ അറസ്റ്റിൽ നിന്ന് വേണമെന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നില്ല. അതേ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ കേജ്രിവാൾ ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കാരെയും ഭയം ഇല്ല, ഇതിൽ യാതൊരു വിധത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊന്നും തന്നെ പേടിക്കേണ്ടുന്ന ആവശ്യമില്ല, അറസ്റ്റിനെ പോലും ഭയമില്ല, ജയിലിൽ കഴിയുന്നതിന് ഭയമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ല എങ്കിൽ, എല്ലാ രേഖകളും പ്രോപ്പറാണ് എങ്കിൽ, തീർച്ചയായിട്ടും ഒരു അന്വേഷണ ഏജൻസി വിളിക്കുന്ന സമയത്ത് അവിടെ ഹാജരാകാൻ സ്വമേധയാ സന്നദ്ധനാകേണ്ടതാണ് മുഖ്യമന്ത്രി. പക്ഷേ 9 പ്രാവശ്യം സമൻസ് കിട്ടിയതിനെ പോലും അദ്ദേഹം നിരാകരിച്ചു എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സമൻസ് ഒരു അന്വേഷണ ഏജൻസി അയക്കുന്ന സമയത്ത് ഇഫ് ദർ ഇസ് എ കേസ് അഗേൻസ്റ്റ് യു യു കനോട്ട് സിറ്റ് ഇൻ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഗൽ മാക്സിം ഉണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സമൻസ് ഇല്ലീഗലാണ് എന്ന് തീരുമാനിക്കാൻ കേജ്രിവാൾ ആരാണ്? അദ്ദേഹം എല്ലായ്പ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു സമൻസ് ആണ്, അതുകൊണ്ട് ഞാൻ ഹാജരാവില്ല എന്നാണ്. അത് നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു സാധാരണക്കാരന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യാൻ കേന്ദ്ര ഏജൻസികളോടുള്ള ആ പാർട്ടിയുടെ നിലപാടിന്റെ ഒരു ബാക്കി പത്രമാണ്. അതാണ് അവർ ആവർത്തിക്കുന്നത്. കാരണം വേട്ടയാടുന്നതിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തുന്നത് എന്നറിയാം എന്നുള്ള കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. അത് അദ്ദേഹം പൊതുസമ്മേളനങ്ങളും പറയുന്നത് അടുത്ത ഇര ഞാനാണ്, ഞാൻ ജയിലിലേക്ക് പോകും, ഞാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട് ആ സമയത്തും. അല്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഒരു അന്വേഷണ ഏജൻസി സംസ്ഥാനത്തുള്ള ഏജൻസി ആണെങ്കിലും കേന്ദ്ര ഏജൻസി ആണെങ്കിലും അവർക്ക് എൻടൈറ്റിൽഡ് ആയിട്ടുള്ള ചില റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് സമൻസ് ഇഷ്യൂ ചെയ്യാം. സമൻസ് തുടർച്ചയായിട്ട് നിരാകരിക്കുകയാണെങ്കിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഭരിക്കുന്ന പാർട്ടി CPM-ഉമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള വിമുഖതയിൽ കഴിയുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു കേസിൽ ഞാൻ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോലീസോ ക്രൈംബ്രാഞ്ചോ വിജിലൻസോ ആവശ്യപ്പെട്ടാൽ എന്നെക്കൊണ്ട് സൗകര്യമില്ല എന്ന് എനിക്ക് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നും കഴിയില്ല. നമുക്ക് താല്പര്യമുള്ള സർക്കാരാണെങ്കിലും അല്ലെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് അതേപടി തന്നെ പിന്തുടരുന്നതിനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും ഒരു മുഖ്യമന്ത്രിക്കുണ്ട്, സാധാരണ ഒരു പൗരനുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. അത് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസിയിൽ താല്പര്യമുണ്ടില്ല. അത് കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഉപയോഗിക്കുന്ന ഏജൻസിയാണെന്നുള്ള എതിർപ്പുണ്ടാകാം. അതൊക്കെ തന്നെ അവിടെ നിൽക്കുന്ന സമയത്തും അദ്ദേഹം അവരോട് അന്വേഷണത്തിന് സഹകരിക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ED-യുടെ വാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഈ പണം ഉപയോഗിച്ചു എന്നതിനുള്ള ഒരു കാര്യവും ED പറയുന്നില്ല. മറിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണല്ലോ ഈ ഗോവ തെരഞ്ഞെടുപ്പിലും പഞ്ചാബ് തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ ആണല്ലോ ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് വേണമെങ്കിൽ പാർട്ടിയുടെ അംഗീകാരം പോലും നഷ്ടപ്പെടുത്തിക്കാവുന്ന രീതിയിലുള്ള നീക്കങ്ങളാണല്ലോ ശ്രീജിത്ത് പണിക്കർ ഇവിടെ. അതിൽ സംശയമുണ്ടോ? അല്ല, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ആം ആദ്മി പാർട്ടിയിലേക്ക് വരുന്നത് സെക്കൻഡറി വിഷയമാണ്. പ്രാഥമികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഡൽഹി ലിക്കർ പോളിസിയാണ്. ഡൽഹി ലിക്കർ പോളിസിയുടെ നയരൂപീകരണത്തിൽ അവിടെയുള്ള ക്യാബിനറ്റിനും അതിൻ്റെ തലവനും യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ മനീഷ് സിസോദിയ 8 മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം വിവിധ കോടതികളെ, സുപ്രീം കോടതിയൊക്കെ തന്നെ അദ്ദേഹം സമീപിച്ചു. അവരാരും തന്നെ അദ്ദേഹത്തിന് ബെയിൽ ഗ്രാന്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. തന്നെയുമല്ല, ഗുരുതരമായിട്ടുള്ള ചില ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരായിട്ടുള്ള ആൾക്കാർ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാബിനറ്റ്, ആ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റിന്റെ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് ആ നയരൂപീകരണത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യുക. നമുക്ക് 2 സംസ്ഥാനങ്ങളിൽ 2 വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 2 തരത്തിൽ അത് സ്വീകരിക്കാൻ കഴിയുമോ ഒരു നിലപാട്? ഉദാഹരണത്തിന് കേരളത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നു, അഴിമതി ആരോപണം ഉണ്ടാകുന്നു, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബിസിനസ് ഡീലുകളെ പറ്റി പറയുന്നു. ആ സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം കുറ്റക്കാരനാണ് എന്നല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ അധികാരത്തിന്റെ പേരിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനാകണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എല്ലാം പൊസിഷൻ. മഞ്ജുഷ് ഉൾപ്പെടെ പങ്കെടുത്തിരിക്കുന്ന എത്രയോ ചർച്ചകളിൽ ഇതേ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് സംസ്ഥാനം മാറുകയും വിഷയം മാറുകയും ചെയ്യുന്ന സമയത്ത് ആ നിലപാടിൽ മാറ്റമുണ്ടാകുന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ വക്താവ് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് ഒരു പണം കണ്ടെത്തിയിരിക്കുന്നത്, ഇതിൽ യാതൊരു വിധത്തിലുള്ള പണം കണ്ടെത്തുകയോ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള അഴിമതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിക്കുന്നത്, എന്തിന്റെ പേരിലാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. 10-14 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് വരുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാരിന്റെ, അത് ഡൽഹിയിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും കോൺഗ്രസ് സർക്കാരിന്റെ കുറേയധികം നയങ്ങൾക്ക്, നിലപാടുകൾക്ക്, അഴിമതിക്ക് എതിരെയായിരുന്നു ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ്. അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കോൾ സ്കാം
ഉണ്ടായിരുന്നു, മറ്റൊന്ന് കോമൺവെൽത്ത് സ്കാം ആണെന്നാണ് എൻ്റെ ഓർമ്മ, മൂന്നാമത് 2G സ്കാം ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഡൽഹിയിൽ പ്രാദേശികമായിട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന നിർഭയ കേസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഏത് വിഷയത്തിലാണ്, ഇപ്പോൾ 2G സ്കാം ഏത് വിഷയത്തിലാണ് ഈ പറയുന്നത് പോലെ നമ്മൾ പണം റിക്കവർ ചെയ്തെടുത്തിരിക്കുന്നത്? എത്ര പണമാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തുക എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എന്നതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ആൾ തന്നെയാണ് കേജ്രിവാൾ. അല്ലാതെ എത്ര പണം കണ്ടെടുത്തതിന് ശേഷമല്ല IAC എന്ന് പറയുന്ന ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് തുടങ്ങിയത്. അപ്പോൾ അതിന്റെ ഗുണഭോക്താവായിരുന്ന ഒരാളിന് തന്റെ സർക്കാരിന് നേരെ സമാനമായിട്ടുള്ള ഒരു ആരോപണം വരുന്ന സമയത്ത് അവിടെ ഒരു ക്രൈ ബേബി ആകാനോ ഒരു വിക്ടിം കാർഡ് ഇറക്കാനോ കഴിയില്ല എന്നുള്ളത് ആം ആദ്മി പാർട്ടി മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനീഷ് സിസോദിയുമായി ബന്ധപ്പെട്ട് ഇത് പല കോടതികൾ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയിൽ വന്നു. മനീഷ് സിസോദിയുടെ സുപ്രീം കോടതിയിലെ ജാമ്യ ഹർജി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പരിഗണിക്കുന്ന സമയത്ത് ഒരു 2 അംഗ ബെഞ്ചാണ് അത് പരിഗണിച്ചത്. ക്ഷമിക്കണം, സഞ്ജീവ് ഖന്നയും SVN ഭട്ടിയുമാണ്. ഈ 2 ആൾക്കാരും അത് പരിഗണിച്ചതിന് ശേഷം അന്ന് പറഞ്ഞിരുന്നത് രാജ്യവ്യാപകമായിട്ട് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരൊറ്റ ലൈൻ ഇങ്ങനെയാണ്: ഇൻ ദി അനാലിസിസ്, ഇത് സഞ്ജീവ് ഖന്ന പറയുന്നതാണ്, ഇൻ ദി അനാലിസിസ് there are certain aspects which are doubtful regarding the transfer of 338 crore rupees. The transfer is tentatively established. We have rejected the bail. അന്ന് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നൊന്ന് വായിച്ചു തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും. എനിക്കൊന്ന് ഈ ഫെബ്രുവരി മാസത്തിലാണ്. ടെൻറ്ററ്റീവ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ 338 കോടി രൂപയുടെ ട്രയൽ എന്നാണ്. അത് വിശദീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിന് തെളിവില്ല. അതായത് ട്രയൽ വന്നിട്ടുണ്ട്, പക്ഷേ ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ പറഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്നത്. വിനോദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശ്രീ പണിക്കർ, വിനോദ് മാത്യു വിൽസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം CBI അന്വേഷണത്തിൽ കണ്ടെത്തിയ കണക്കല്ല ഇപ്പോൾ EDയുടെ അന്വേഷണത്തിൽ പറയുന്നത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ല, അത് നോക്കൂ, അതൊരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ്. അല്ലാതെ അത് പൂർണ്ണമായിട്ട് ഇത് കണ്ടെടുത്തിയതിന് ശേഷം ഒരിടത്തു നിന്ന് പണം എടുത്തതിന് ശേഷമല്ല ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. പല ഘട്ടത്തിൽ ഇതിന് അനുസൃതമായിട്ട് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി, ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് എത്ര ശക്തമായിട്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ അറസ്റ്റിനെതിരെ പ്രതികരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റ്, ഒഫീഷ്യലായിട്ടുള്ള അവരുടെ വെബ്സൈറ്റിലുള്ള പ്രസ് റിലീസസ് എന്ന് പറയുന്ന ഭാഗമാണ്. ആ പ്രസ് റിലീസസിൽ 2023 ഫെബ്രുവരി 4-ാം തീയതി ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പ്രസ് റിലീസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ലെറ്റർ സ്കാമിനെ പറ്റി പറയുകയാണ്. അതിൽ ED ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ട അവരുടെ 3-ാമത്തെ പോയിന്റ് ഞാൻ മഞ്ജുഷിന് വായിച്ച് കേൾപ്പിക്കാം. ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡ്സ് ദി ഇമ്മീഡിയറ്റ് റെസിഗ്നേഷൻ ഓഫ് ചീഫ് മിനിസ്റ്റർ ശ്രീ അരവിന്ദ് കെജ്രിവാൾ along with the indicted ministers ശ്രീ മനീഷ് സിസോദിയ ആൻഡ് ശ്രീ സത്യേന്ദർ ജെയിൻ. 4-ാമത്തെ പോയിന്റ്, money trail has also been mentioned in the charge sheet leading to advertisements in Goa elections and cash payments to volunteers to carry out surveys. എന്ന് വെച്ചാൽ ഈ 2023 ഫെബ്രുവരി 4-ാം തീയതി ഇന്നത്തെ ഇലക്ഷന്റെ സഖ്യത്തിലേക്കൊക്കെ, ഇന്ത്യ അലയൻസിലേക്കൊക്കെ പോകുന്നതിന് മുൻപായി കോൺഗ്രസിന്റെ ഉത്തമ ബോധ്യം എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിലുള്ള പ്രസ് റിലീസിലുണ്ട് അരവിന്ദ് കെജ്രിവാൾ എത്രയും പെട്ടെന്ന് വളർന്ന് പോകണം എന്നാണ്. കാരണം അവർ പറയുന്നത് ഇതിൽ ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ രാഷ്ട്രീയം കളിക്കുന്നവരാണ്. ഇന്ന് അദ്ദേഹം ഇന്ത്യ അലയൻസിൽ, ശരി, അത് ഞാൻ ആ തുടക്കത്തിലും പറഞ്ഞിരുന്നു. കാരണം ആദ്യം പരാതി കൊടുത്തതും കോൺഗ്രസ് ആയിരുന്നു. ആദ്യം പരാതി കൊടുത്തതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് 2022-ലാണെന്ന് തോന്നുന്നു ആവശ്യപ്പെട്ടതും കോൺഗ്രസ് ആയിരുന്നു. ഞാൻ നിങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ K. ജയചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇങ്ങനെ ഒരു കാര്യവുമുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾ തന്നെയാണ് അന്ന് കേജ്രിവാളിനെതിരെ രംഗത്ത് വന്നതും, അല്ലാതെ BJP അല്ല ഈ പ്ലോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാവരും കേജ്രിവാളിനെ ഒരു വിക്ടിമായി ഇരയായിട്ട് ചിത്രീകരിക്കുന്നു. പക്ഷേ ഈ ചിത്രീകരിക്കുന്നവർ തന്നെയാണ് അന്ന് കേജ്രിവാളിനെതിരെ വന്നത്. ശ്രീ ജയചന്ദ്രൻ. മഞ്ജുഷ, ഞാനതിനെ ഈ മറ്റൊരു തരത്തിൽ കാണാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുക. ഈ ഇപ്പോൾ രാഷ്ട്രീയം വിശദീകരിച്ചതുപോലെയൊന്നുമല്ല ഞാൻ അതിനെ കാണുന്നതും കേട്ടോ. ഈ ഭരണശൈഥില്യം കൊണ്ട് നിസ്സഹായമായ ഒരു ഭരണകൂടത്തിന്റെ ഭയം നിറഞ്ഞ പരാക്രമം, അതാണ് ഈ പരിപാടി എന്നാണ് ഞാൻ കാണുന്നത്. അത് ഇന്ത്യ സഖ്യം അങ്ങനെ കാണുന്നില്ല എന്നുള്ള അവരുടെ ദൗർബല്യമാണ്. അതിനെ അങ്ങനെ വിലയിരുത്തുന്ന ആളുമാണ്. എന്തുകൊണ്ടാണ് ഈ ഭരണശൈഥില്യം എന്നുള്ള ആള് പരിശോധിക്കേണ്ടത്. ഇപ്പോ കേന്ദ്ര ഭരണകൂടത്തിന് മുമ്പിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഭരണശൈഥില്യം എന്ന് പറയുന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ്. അത് പ്രധാനമായും ഇലക്ട്രൽ ബോണ്ടാണ്. ഇലക്ട്രൽ ബോണ്ടില് 8,000 കോടി കിട്ടിയ പാർട്ടിയാണ് BJP. അവരാണ് ഇപ്പോ ആദ്യം 100, പിന്നെ 200, ഇപ്പൊ 600 കോടി കെജ്രിവാൾ നേരിട്ട് അടിച്ചു മാറ്റി എന്ന് പറയുന്നത്. 8,000 കോടിക്ക് വേണ്ടി ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നോ?
എല്ലാം നിയമപരമാണെന്ന് കാരണം സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ഭരണഘടനാ വിരുദ്ധം, രാജ്യ താല്പര്യത്തിനെതിര് എന്നും പറഞ്ഞാണല്ലോ ഇതിൽ ഇടപെട്ടത്. അവസാനം സ്ക്രാപ്പ് ചെയ്തത്. ഒരു മാർഗവുമില്ല അതിന്. സ്ക്രാപ്പ് ചെയ്യപ്പെട്ടപ്പോ, തൊണ്ടിയോടെ പിടിക്കപ്പെട്ടപ്പോ ആ മുമ്പിലുണ്ടായത് നടന്നു നിൽക്കുന്ന ഒറ്റ കാര്യമുള്ളൂ: ഭരണശൈഥില്യം. അതാണ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിസിൻറ്റഗ്രേഷൻ. അതാണല്ലോ സംഭവിച്ചത്. അതിനെ മറയ്ക്കാൻ ഉള്ള അടിയന്തര നാടകമാണ്, ഒന്നാമത്തെ നാടകമാണ് ഈ അറസ്റ്റ് എന്നാണ് ഞാൻ കാണുന്നത്. അതിന്റെ കാരണം മറ്റൊരു ഈ രാഷ്ട്രീയമായ തെളിവുകൾ ഒട്ടേറെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഡൽഹി മാത്രമല്ല, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ബിംബമായി തന്നെ വളർന്നു നിൽക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് മുഖ്യ വെല്ലുവിളിയാകുന്ന രാഹുൽ ഗാന്ധി അല്ല, അരവിന്ദ് കെജ്രിവാൾ ആണെന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും സ്പഷ്ടമായിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോ ഇത് കുബുദ്ധിയിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. 2 ദിവസം മുമ്പ് ദത്താത്രേയ ഹസബല പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചെങ്കിൽ മറ്റ് പല മാർഗങ്ങളും ഉണ്ടെന്ന് വരാൻ, ഇനിയും മറ്റ് പല കാര്യങ്ങളും ഇതുപോലുള്ളത് ഇനി വരും എന്ന് പറഞ്ഞത് സെക്കൻഡ് ഇൻ കമാൻഡാണ് RSSന്റെ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ ഇത് ഇന്ത്യ സഖ്യം എടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതിനെ കേവലമായി കോടതി നടപടികൾ എന്തായാലും ഏത് രാഷ്ട്രീയ നേതാവ് എന്ത് പറഞ്ഞാലും ശരി, കോടതിക്ക് നിയതമായ നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങും. അതുകൊണ്ടാണല്ലോ കെജ്രിവാളിന്റെ സുപ്രീം കോടതിയിലെ അപേക്ഷ പിൻവലിച്ചിട്ട് ഹൈക്കോടതിയിലേക്ക് പോയത്, വിചാരണ കോടതിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പൊ അതൊക്കെ അറിയാം. പക്ഷെ ഇതിനെ പൊളിറ്റിക്കലായിട്ട് നേരിടാൻ ആവാത്തത് കൊണ്ടാണ് BJP അങ്ങനെ ചെയ്തത് എന്ന്. അല്ല, ഇന്ത്യ മുന്നണിക്ക് ഇത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നു താങ്കളുടെ ഈ വർത്തമാനത്തിൽ. നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയിൽ നിന്ന് നടപടി ഉണ്ടായപ്പോൾ അവിടെ കോൺഗ്രസ് വേണ്ടത്ര ഇക്കാര്യം ക്യാമ്പയിൻ ചെയ്യാൻ മുന്നോട്ട് വന്നില്ല. അവിടെ ഇടത് പാർട്ടികളാണ് കൂടുതലായിട്ട് രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ BJPയുടെ ഈ BJP വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുന്നു. അത് നിയമ പോരാട്ടത്തിന്റെ പേരിൽ രാഹുലിനെതിരെ പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇടത് പാർട്ടികൾ മുൻപിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വാദിച്ചിരുന്നു. അവിടെ കോൺഗ്രസിനെ കൊള്ളില്ലായിരുന്നു കാര്യത്തിലെന്ന്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഈ സഖ്യത്തിൽ ഇത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്നാണോ? വേട്ടയാടൽ എന്ന കാര്യം മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല എന്നാണോ? എന്നെ അറ്റാച്ച് ചെയ്യേണ്ട അതുമായി. ഞാൻ എൻ്റെ ഇൻഡിപെൻഡന്റ് റെസ്പോൺസ് ആണ് താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീനിയൻസിൽ നിന്നുകൊണ്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നുള്ള മിനിമം മഞ്ജുഷ് പറയുന്നത്. സഖ്യത്തിലെ പാർട്ടികൾക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അസസ്മെന്റ്. അങ്ങനെയാണെന്നേ. അതെന്നെ താങ്കൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് അവരെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ള അവരുടെ മാത്രം കാര്യമാണ് എന്നുള്ളതല്ല, ബാക്കി ഇന്ത്യയിലെ മറ്റ് ജനങ്ങളുടെയും കാര്യമാണെന്നേ അത്. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാതിരിക്കണമോ? അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഈ അഴിമതിയുടെ കാര്യം ആണ് പ്രധാനപ്പെട്ട വിഷയം എന്നുണ്ടെങ്കിൽ അവിടെയാണ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ കാര്യം നിൽക്കുന്നത് ഒരു വശത്ത്. അത് നിൽക്കുമ്പോ ഈ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സംബന്ധിച്ച് നേരിടാനുള്ള വേറെ എത്രയോ മാർഗങ്ങളുണ്ട് ഒരു പൊളിറ്റിക്കൽ ഈ അലയൻസിന്. അത് അവരാലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ ആ പൊളിറ്റിക്കൽ അലയൻസിന്റെ ഭാഗമല്ലല്ലോ. പക്ഷെ എന്റെ റിയാക്ഷൻ ഇതാണ്, റെസ്പോൺസ് ഇതാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ കെജ്രിവാളിന്റെ കാര്യത്തിൽ അണ്ണാ ഹസാരെ തന്നെ പറഞ്ഞില്ലേ, മദ്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ച കെജ്രിവാൾ മദ്യനയത്തിന്റെ ഭാഗമായി മാറുന്ന വൈരുദ്ധ്യം, അതൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊരു ഗവൺമെന്റിന്റെ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്നൊരു മുഖ്യമന്ത്രിക്ക് ഇത് ഞാൻ അണ്ണാ ഹസാരെയായിട്ട് ചേർന്ന് ഇങ്ങനെ മുദ്രാവാക്യങ്ങൾക്ക് മുമ്പോട്ട് വെച്ചാണ്, അതുകൊണ്ട് ഡൽഹിയിൽ ഇത് വേണ്ട എന്ന് നിലപാട് വയ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അണ്ണാ ഹസാരെയുടെ ആ ഒരു ഗാന്ധിയൻ ലൈൻ ഓഫ് അപ്രോച്ചിൽ അത് സാധ്യമായിരിക്കാം. ശരി ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ശ്രീ വിനോദ് മാത്യു വിൽസണിലേക്ക് പോവുകയാണ്. ശ്രീ വിനോദ്, ഇവിടെ 2 കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയുക. ഒന്ന് ജയസൂര്യൻ പറഞ്ഞ കാര്യം, 2 ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം. അതിൽ പ്രധാനമായിട്ടും ഉള്ളത്, ഒന്ന് ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ട് വന്നയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അന്ന് ഈ തെളിവുകളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടം നടത്തിയത്? അതിൽ തന്നെ ഞാനും തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതിൽ തന്നെ പല കേസുകളും പിന്നീട് ആവിയായി പോവുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വരാൻ എനിക്ക് സൗകര്യമില്ല എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അതങ്ങനെ മറ്റുള്ളവരും ചെയ്യേണ്ടി വരും.
മറ്റെല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യേണ്ടി വരും. ഏത് അന്വേഷണ ഏജൻസി ആണെങ്കിലും ഞങ്ങൾക്ക് ആ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ അവരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ ഏജൻസിയെയും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. അത് നടക്കില്ല. അത് മാത്രമല്ല, കോടതി ഇവിടെ ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടില്ല അരവിന്ദ് കെജ്രിവാളിന്. അല്ല, ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ കടന്നു വന്ന രാഷ്ട്രീയത്തിലേക്ക് അന്ന് രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, അതൊരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതിനുശേഷമാണ് രാഷ്ട്രീയ പാർട്ടിയായി രൂപമാറ്റം സംഭവിക്കുന്നതും രാഷ്ട്രീയത്തിലിറങ്ങുന്നതും ജനാധിപത്യപരമായ ഇലക്ഷനെ നേരിടുന്നതും. അന്ന് കോൺഗ്രസ് അധികാരത്തിലായിരുന്നു. കോൺഗ്രസിനെതിരെ മത്സരിച്ചു, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നു. ടൈമിൽ ആം ആദ്മി ഡൽഹി ഭരിക്കുന്നു. ആ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഇപ്പോൾ അണ്ണാ ഹസാരെ പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന് ആ രീതിയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാത്രം നിന്നാണ്. പക്ഷേ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എക്സൈസ് പോളിസികളിലും അതുപോലെയുള്ള ബന്ധപ്പെട്ട പോളിസികളിലും നടപടിയും നിലപാട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവിടെ കേജ്രിവാളിൻ്റെ നിലപാട് എന്താണ്, നയം എന്താണ്? അഴിമതിയെപ്പറ്റി മാത്രമല്ലല്ലോ കേജ്രിവാൾ സംസാരിച്ചത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, വെള്ളം, വൈദ്യുതി, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ സൗജന്യങ്ങൾ കൊടുക്കും. സൗജന്യം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല. സൗജന്യം എന്ന് പറയുന്നത് കേജ്രിവാൾ അഴിമതി നടത്തി അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഫണ്ട് കണ്ടെത്തിയല്ല. പദ്ധതികൾ കാലതാമസം വന്ന് അതിൻ്റെ പദ്ധതി വിഹിതത്തിൻ്റെ പണം കുറച്ചെടുത്ത് ആ പണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കുന്ന തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾ അവിടെ കൊണ്ടുവന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഹാപ്പിനെസ് കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് ഡൽഹി മാറുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ടുള്ള ബസ് യാത്രകൾ ഉണ്ടാകുന്നു. ഏതാണ്ട് 655ഓളം മൊഹല്ല ക്ലിനിക്കുകൾ, 24 മണിക്കൂറും ഡോക്ടർമാരും സർവീസും മരുന്നുമുള്ള മൊഹല്ല ക്ലിനിക്കും ഉണ്ടാകുന്നു. ഇതൊക്കെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? അപ്പം അഴിമതി നടത്തി വന്ന ഒരു അഴിമതിക്കെതിരെ സംസാരിച്ചു വന്ന ഒരു മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുമല്ലോ. എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഡൽഹിയിൽ നടന്നു. സ്വാഭാവികമായും ലിക്കർ പോളിസിയിൽ ഒരു നയം രൂപീകരണത്തിൻ്റെ ഭാഗമായി ഡൽഹി മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന വാദവും ഞാൻ ഉന്നയിക്കുന്നില്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? ഞങ്ങൾ ഇപ്പോഴും ഈ സ്റ്റേജിൽ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, പൊളിറ്റിക്കലി CPM-നോടും കോൺഗ്രസിനോടും പൊളിറ്റിക്കലി ചില വൈരുദ്ധ്യങ്ങളും ഇന്നലെ മുതൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു, ജയചന്ദ്രൻ സാർ സൂചിപ്പിച്ചു, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന വലിയൊരു വിഷയം നടക്കുകയല്ലേ. സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും അതിൻ്റെ കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാകാത്ത സാഹചര്യം നിലനിൽക്കുകയല്ലേ. നമുക്കറിയാം, കോവിഡ് സമയത്തുണ്ടായിരുന്ന കമ്പനികൾ BJPക്ക് പണം കൊടുത്തതിൻ്റെ റിപ്പോർട്ടുകൾ വരികയല്ലേ. നമുക്കറിയാം എങ്ങനെയാണ് ഇത്തരം ഇലക്ട്രൽ ബോണ്ട് ചർച്ച വന്നപ്പോൾ തന്നെയാണ് നരേന്ദ്രമോദി പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി സംസാരിക്കുന്നതും വഴിതിരിച്ചു വിടുന്നതും. അപ്പം ജനങ്ങളുടെ മനസ്സിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു ദിവസങ്ങളുടെ ചർച്ചകൾ മുഴുവൻ ഇവിടുത്തെ BJP കാണിക്കുന്ന അല്ലെങ്കിൽ ഭരണമുന്നണി കാണിക്കുന്ന, ഇന്ത്യയിലെ ഇപ്പോൾ ഭരിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവമുള്ളവർ കാണിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി ചെയ്യുന്നു. അല്ലാതെ നിയമത്തെ വെല്ലുവിളിക്കുകയോ കോടതിയെ വെല്ലുവിളിക്കുകയോ അല്ല. അതുകൊണ്ടാണ് കേജ്രിവാൾ പറയുന്നത്, ഞാൻ സമൻസ് കിട്ടി ഹാജരാവാത്തത്. ഈ സമയത്ത് ലോക്സഭാ ഇലക്ഷൻ, ഇന്ന് നമുക്കറിയാം പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള സുപ്രീം കോടതി വക്കീലന്മാർ, ശ്രീ ശശി തരൂർ അടക്കമുള്ളവർ പറഞ്ഞല്ലോ, ഇലക്ഷൻ പടിവാതിക്കൽ നിൽക്കുകയാണ്. മുഖ്യ ക്യാമ്പയിനറായി അവതരിപ്പിക്കപ്പെടുന്ന ആളാണ് ശ്രീ കേജ്രിവാൾ. നടപടിക്രമങ്ങൾ അതിന് മുൻപേ തുടങ്ങിയതാണ്. ഇലക്ഷൻ സമയത്തല്ല. അല്ല, നടപടിക്രമം അതിന് മുമ്പിൽ തുടങ്ങിയെങ്കിലും 9 സമൻസ് കിട്ടിയ അറസ്റ്റിലേക്ക് ഇന്നലെ അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു. ആ കേസ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ള നിലപാട് കോടതി എടുത്തില്ലെങ്കിലും വാദം കേൾക്കാൻ അടുത്ത ദിവസത്തിൽ മാറ്റിവെക്കുകയാണ്. ആ സമയത്ത് അർദ്ധരാത്രിയിൽ തന്നെ വീട്ടിൽ പോയി കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറസ്റ്റ് തടഞ്ഞില്ല. പക്ഷേ അറസ്റ്റ് തടഞ്ഞില്ലെങ്കിലും ആ വിഷയം കേൾക്കുന്നതിന് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് വിചാരണ, ആ വാദം കേൾക്കുന്നത് മാറ്റിവെച്ചു. അപ്പൊ ആ സാഹചര്യത്തിൽ പോലും ചോദ്യം ചെയ്യേണ്ടത്, കാരണം കവിത അവരുടെ കസ്റ്റഡിയിലാണ്, ജാമ്യം കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏജൻസിയുടെയും ഉത്തരവാദിത്തമാണല്ലോ. അല്ല, അവിടെ ഞാനതാ ചോദിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഉന്നയിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നത്, അരവിന്ദ് കേജ്രിവാളിലേക്ക് എത്തുന്ന, ലീഡ് ചെയ്യുന്ന ഏത് മൊഴിയാണുള്ളത്, എന്ത് വസ്തുതയാണുള്ളത്? ഇന്ന് സുപ്രീം കോടതിയിൽ അദ്ദേഹം അറിയാതെ ഈ മദ്യനയത്തിൽ മാറ്റം വരുമോ? അല്ല, മനു അഭിഷേക് സിംഗ് എന്ന് പറഞ്ഞൊരു ഈ മദ്യനയം പിന്നീട് തിരുത്തേണ്ടിയും വന്നിരുന്നു. കച്ചവടക്കാർക്ക് നൽകിയത് പിന്നീട് തിരുത്തേണ്ടി. അതെ, 10 മാസം മദ്യനയം മാത്രമായതുണ്ടായിരുന്നു, തിരുത്തപ്പെട്ടു. അപ്പൊ അവിടെയാണ് ചോദ്യം. ഒരു മുഖ്യമന്ത്രിയെ ഇലക്ഷൻ സമയത്ത്, അദ്ദേഹം നാട് വിട്ടുപോകുന്ന മനുഷ്യനല്ല, അദ്ദേഹം ഇന്ത്യ വിട്ടുപോകുന്ന മനുഷ്യനല്ല, ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ലണ്ടനിലേക്ക് പോകുന്ന ആളല്ല, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ആളല്ല. അദ്ദേഹം ഡൽഹിയിലുള്ള ആളാണ്. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് വേട്ടയാടുന്നതിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അല്ലാതെ അദ്ദേഹം കോടതിന് മുമ്പിൽ പോകേണ്ട രീതിയില്ല, അല്ലെങ്കിൽ കോടതിയുമായി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടത്തേണ്ട രീതിയിലോ വ്യാഖ്യാനങ്ങളൊന്നുമല്ല. ഈ സാഹചര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ ഒന്നായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, പ്രതിപക്ഷങ്ങൾ ഇന്ത്യ മുന്നണിയായി നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ പൊളിക്കുക എന്ന കേവലമായ രാഷ്ട്രീയ പകപോക്കലിന് ഏജൻസി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും രാഷ്ട്രീയമായ പ്രശ്നം. അതാണ് ചൂണ്ടിക്കാണാൻ ആഗ്രഹിച്ചത്. ജയസൂര്യൻ, ഈ ടൈമിങ്ങിനെയാണ് ആം ആദ്മി പാർട്ടി എതിർക്കുന്നത്. അങ്ങനെ ഒരു പിടിവള്ളി ഇപ്പൊ വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് കേജ്രിവാളും മോദിയും തമ്മിൽ വലിയ അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്.
അപ്പോൾ ഈ കേജ്രിവാളിനെ ഇത്രമാത്രം ഭയപ്പെടാനുള്ള വലിപ്പമൊന്നും കേജ്രിവാളിനില്ല, ആം ആദ്മി പാർട്ടിക്കും ഇല്ല. കാരണം കേജ്രിവാൾ ഡൽഹി ഭരിക്കുമ്പോൾ തന്നെ, ഇത്ര വലിയ ജനപിന്തുണ ഉള്ളപ്പോൾ തന്നെ, പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും ഡൽഹിയിൽ BJP ജയിച്ചതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഓവർകം ചെയ്യാൻ, ശ്രീ ജയേന്ദ്രൻ സാർ പറഞ്ഞ പോലെ അതിനെ ഒന്നിനെയും ഓവർകം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല ആം ആദ്മി പാർട്ടി നിലവിലുള്ള പ്രദേശങ്ങളും ഇപ്പൊ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളും എടുത്ത് പരിശോധിച്ചാൽ വൻ വിജയം BJP നേടിയ പ്രദേശങ്ങളാണ്. പഞ്ചാബ് ഒഴികെ. പഞ്ചാബിൽ പണ്ടേ BJP ദുർബലമാണ്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞ് വലിപ്പം കൽപ്പിക്കാൻ മാത്രം പോലും ആം ആദ്മി പാർട്ടിക്കോ കേജ്രിവാളിനോ BJPയുടെയോ മോദിയുടെ മുമ്പിൽ യാതൊരു വലിപ്പവുമില്ല. അല്ല, അങ്ങനെ ഒരു പ്രധാന മുഖം എന്ന കാര്യമുണ്ടല്ലോ. അല്ലല്ല, അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു മുഖമാണ്. അത് മാത്രമല്ല, ഡൽഹിയിലെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. BJPയെ നേരിട്ട്, കോൺഗ്രസിനെ നേരിട്ട് അധികാരത്തിലെത്തുകയും ചെയ്തു. പലതവണ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, അങ്ങനെ പലതവണ അധികാരത്തിലെത്തിയ ഡൽഹിയില് 7 ലോക്സഭാ സീറ്റ് ഉള്ളതിൽ ഒരൊറ്റ സീറ്റ് ജയിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് പറ്റുന്നില്ല. ലോക്സഭയിലേക്ക് ഇലക്ഷൻ വരുമ്പോൾ മുഴുവൻ സീറ്റും BJP തൂത്തുവാരുക ചെയ്യുന്നത്. ഇത്തവണ അലയൻസ് വന്നതിന്റെ ഭാഗമായി BJPയെ സംബന്ധിച്ചില്ല. ടൈമിംഗ് ഉണ്ടല്ലോ. അലയൻസായി 7 സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്ന് കണ്ടതിന്റെ ഭാഗമായിട്ടാണോ ഈ അറസ്റ്റ്? അതാ ചോദ്യം. അല്ല, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചാൽ മതി. എവിടെയാണ് ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ കൺവീനർ BJPയുടെ കൂടെയാണ്. ഇന്ത്യ സഖ്യത്തിന് മുൻകൈ എടുത്ത അങ്ങനെ പലരും നിങ്ങളുടെ കൂടെ വന്നതിന്റെ ലിസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ആ വന്നതിന്റെ സാഹചര്യം എന്താ നമുക്കറിയാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ നിങ്ങളുടെ MP എന്താ ED അന്വേഷണം തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്. എനിക്ക് സംസാരിക്കാൻ അവസരം തരണം. താങ്കൾക്ക് സംസാരിക്കാൻ അവസരം വരുമ്പോൾ ഞാൻ മിണ്ടാറില്ലല്ലോ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും മറുപടി പറയുമ്പോൾ താങ്കളുടെ ചോദ്യം, താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിനാ ബഹളം ഇട്ടുകൊണ്ട് വരുന്നത്? അപ്പൊ ഇതൊക്കെ ഒരു ആം ആദ്മി പാർട്ടിക്ക് ചേർന്നതാണോ എന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്ത് ആം ആദ്മി പാർട്ടിയാ? എന്ത് മര്യാദയായി കാണിക്കുന്നത്? നിങ്ങളുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ മനസ്സിലാക്കുമല്ലോ, ഇവരുടെയൊക്കെ നേതാവല്ലേ കേജ്രിവാൾ. അയാൾ ഇതും ചെയ്യും, ഇതിൽ അപ്പുറം ചെയ്യുമെന്ന് തോന്നില്ലേ? ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ടൈമിങ്ങിനെ കുറിച്ചാണ് ഇവിടെ മഞ്ജുഷ് എന്നോട് ചോദിച്ചത്. അപ്പോ ക്രിമിനൽ നടപടി ക്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പെന്നോ തെരഞ്ഞെടുപ്പില്ല മറ്റൊരു സമയമെന്നോ ഇല്ല. അത് കോടതിയും അന്വേഷണ ഏജൻസികളും തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടല്ല വിധി പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടല്ല അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്. അതിനെ ഇതുമായി കൂട്ടിക്കെട്ടുന്നത് രാഷ്ട്രീയ ദൗർബല്യം കൊണ്ട് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് വരികയോ പോവുകയോ ചെയ്യട്ടെ, അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ നിയമ നടപടികൾ കോടതിയിൽ മുന്നോട്ട് പോകും. അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അവിടെ ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ പാർട്ടിയും പറയേണ്ടത്, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെയും ഭയമില്ല, ജനങ്ങളെയും ഭയമില്ല, ഞങ്ങൾ സത്യസന്ധമായിട്ട് ഇതിനെ നേരിടുക തന്നെ ചെയ്യും, അഗ്നിശുദ്ധിയോടുകൂടി പുറത്തു വരും എന്ന് പറയാതെ ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ ഐക്യമുണ്ട്, ഐക്യത്തെ തകർക്കാനാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നു, വോട്ടെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും ഇപ്പോ ഉള്ള മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവില്ല. ഓരോ ദിവസവും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, പാർട്ടികൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് കൊണ്ടോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയൊരു മുന്നേറ്റം കൊണ്ടോ ഒന്നും ഭയപ്പെടാൻ ഇന്നിപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് യാതൊരു കാരണവുമില്ല. കാരണം ഇന്ത്യ മുന്നണി ഇല്ല. ഇന്ത്യ മുന്നണി എവിടെയാ ഉള്ളത്? കേരളത്തിൽ നോക്കൂ, 20 പാർലമെന്റ് മണ്ഡലമുള്ളതിൽ BJP സഖ്യം 20 സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഈ കേരളത്തിൽ കോൺഗ്രസിനും CPM-നും ഏറ്റവും കൂടുതൽ സീറ്റുള്ള കേരളത്തിൽ അവര് 40 സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. എന്ത് ഇന്ത്യ മുന്നണിയാ ഉള്ളത്? അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ കണ്ട് ഭയപ്പെട്ടിട്ടല്ല, ഐക്യത്തെ കണ്ട് ഭയപ്പെട്ടിട്ടല്ല, കേജ്രിവാളിനെ കണ്ട് ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ കേജ്രിവാൾ ഉന്നയിച്ച അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആശയങ്ങൾ, അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ വസ്തുനിഷ്ഠമാണ് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി സഹകരിക്കൂ ഗവൺമെന്റിനോടും അതുപോലെ തന്നെ കോടതിയോടും. ഞാൻ ശ്രീത് പണിക്കറിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വിനോദ്, ശ്രീത് പണിക്കർ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ടായിരുന്നു, സിസോദിയയുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ. അതിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ സ്കാം എന്ന്? അല്ല, ഞാനത് അതിന് മറുപടി താങ്കളോട് ഞാൻ ചോദിച്ചില്ലേ? ഒന്നിലധികം തവണ ഞാൻ വിഷയത്തെപ്പറ്റി സംസാരിച്ചു. സിസോദിയയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് അതേ സുപ്രീം കോടതി തന്നെയല്ലേ പറഞ്ഞത്, ഇത് വിചാരണ ഘട്ടത്തിൽ 2 മിനിറ്റ് കൊണ്ട് തകർന്നു പോകുന്ന ഒരു കേസാണ്. സുപ്രീം കോടതി പരാമർശം ഉണ്ടായില്ല. ഈ പരാമർശം ട്രയൽ സമയത്ത് ബാധകമാവില്ലേ? വിചാരണ കോടതിയെ ബാധിക്കത്തില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, സിസോദിയുടെ അറസ്റ്റ് വന്നു, രാഷ്ട്രീയ
സഞ്ജയ് സിംഗിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിട്ടു. പക്ഷേ ഇവിടുത്തെ വിഷയം ഞാൻ പലതവണ സൂചിപ്പിച്ചു, 1000 തവണ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ രാഷ്ട്രീയ സാഹചര്യം ലോക്സഭാ ഇലക്ഷനോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമുക്ക് 2019 ലോക്സഭാ ഇലക്ഷനോട് ചേർന്നാലേ പുൽവാമ ആക്രമണം വന്നത്. ആക്രമണത്തെ പറ്റിയുള്ള നിജസ്ഥിതി ഇപ്പോഴും മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അന്വേഷണം കൃത്യമായി നടന്നിട്ടുണ്ടോ? പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? BJPയുടെ ഒരു നേതാവ് പ്രതികളെ സഹായിച്ചു എന്ന രീതിയിൽ പത്രമാധ്യമ വാർത്തകൾ വന്നില്ലേ? അപ്പം അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി കൃത്യം ഇലക്ഷന് തൊട്ട് മുമ്പ് അന്ന് ആ നിയമം ചട്ടങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോഴാണ് ബാബറി മസ്ജിദിനെ പറ്റിയുള്ള ചർച്ചകൾ, രാമക്ഷേത്രത്തെ പറ്റി ചർച്ചകൾ ഉണ്ടാകുന്നു. വീണ്ടും പൗരത്വ നിയമത്തിൻ്റെ ചട്ടങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്ന് സംസാരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ ജനങ്ങൾ മറന്നു. ആ വിഷയങ്ങളൊന്നും വോട്ട് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇന്ത്യ മുന്നണി ശിഥിലമായി പോകും. ശരിയാണ്, കോടാനുകോടി രൂപ കയ്യിലുണ്ട്. എല്ലാവരും ചാക്കിട്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പം ചണ്ഡീഗഡിലെ 3 കൗൺസിലർമാരെ പിടിക്കാൻ ശ്രമിച്ചു. അവർ ആം ആദ്മിയിലേക്ക് തിരിച്ചു വന്നു. കുതിര കച്ചവടത്തിന് വേണ്ടി അവർ സുപ്രീം കോടതി പോയി ചോദിച്ചു, ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞില്ല. അപ്പോൾ പൈസയുണ്ട്, പണമുണ്ട്, എല്ലാ അധികാര ദുർവിനിയോഗം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അരവിന്ദ് കെജ്രിവാൾ, സിസോദിയുടെ വിഷയം അവിടെ നിൽക്കട്ടെ, കാരണം സിസോദിയുടെ വിഷയം സുപ്രീം കോടതി പരിഗണനയിലാണ്. ആ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം തന്നെയല്ലേ നടത്തുന്നത്. ഇന്ററിം ബെയിലൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം രാഷ്ട്രീയമായും നിയമപരമായ പോരാട്ടം നടത്തുകയാണ്. ഇവിടെ കേജ്രിവാളിലേക്ക് എത്തുന്ന സാഹചര്യം എന്താണ്? കേജ്രിവാളിനെതിരെ അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും, കാരണം പ്രേക്ഷകർ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഈ പറഞ്ഞ കോടതിയിൽ വാദം നടത്തിയ സമയത്ത് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ പറയുന്ന ഇഡിയുടെ അഭിഭാഷകൻ കൃത്യമായി ലൈവ് ലോയിൽ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഇഡിയുടെ അഭിഭാഷകൻ പറഞ്ഞ എന്താണ്? ഇദ്ദേഹത്തിനൊരു മാപ്പ് സാക്ഷിയുണ്ട്, ആ തെളിവുണ്ട്. മാപ്പ് സാക്ഷിയുടെ തെളിവ് ഏറ്റവും പ്രസക്തമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം, ഞാൻ സമ്മതിക്കുന്നു. ആരായി മാപ്പ് സാക്ഷി? അതുകൂടെ അറിഞ്ഞിരിക്കണ്ടേ? അതായത് അർബൻ ഫാർമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ശരത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം 2022 നവംബറിലാണ് ഇഡി അദ്ദേഹത്തെ ഈ മദ്യനയത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് മദ്യനയം ബന്ധപ്പെട്ട് കോഴ കൊടുത്തു എന്ന അടിസ്ഥാനത്തിൽ ഈ ശരത് റെഡ്ഡിയെ 2022 നവംബറിൽ ഇഡി അറസ്റ്റ് ചെയ്യുന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ നവംബർ 15-ന് ഇയാൾ 5 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകി. പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നില്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ട് 5 ദിവസത്തിന് ശേഷം 5 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകുന്നു. അതിനുശേഷം നമ്മൾ കണ്ടു 2023 മെയ്യിൽ ഡൽഹി ഹൈക്കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഇഡി എതിർത്തില്ല. ആ ജാമ്യാപേക്ഷ ഇഡി എതിർത്തില്ല, അദ്ദേഹം ജാമ്യം കിട്ടി. 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കുന്നു. നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹമാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്നാണ് ഇന്ന് കോടതിയിൽ പറയുന്നത്. അദ്ദേഹം മാപ്പ് സാക്ഷിയാക്കിയതിനു ശേഷം 5 മാസത്തിന് ശേഷം 2023 നവംബറിൽ വീണ്ടും 20 കോടി രൂപ BJPക്ക് നൽകുന്നു. അങ്ങനെ 25ഉം 5ഉം 30 കോടി രൂപ BJPക്ക് നൽകിയ ആന്ധ്രയിലുള്ള ഒരു ഫാർമ കമ്പനിയുടെ ശരത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു ബിസിനസ്മാനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഏറ്റവും വലിയ സാക്ഷി എന്നാണ് ഇന്ന് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയ സമയത്ത് സൗത്ത് ഗ്രൂപ്പിന്റെ കാര്യം മുഴുവനായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് BRS നേതാവ് കെ കവിതയുടെ പേരുമുണ്ട്. കെ കവിതയ്ക്ക് ഈ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഡൽഹിയിലെ മദ്യനയ കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യം വരാൻ കാരണം? അവിടെയാണ് ഈ ഇടനിലക്കാരെ ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം നടന്നതും അത് വിജയിച്ചതും. അവിടെയാണ് ഈ കോഴ വന്നത്. സൗത്ത് ഗ്രൂപ്പിൽ നിന്നാണ് ഈ കോഴ വന്നത്. അവിടെ മറ്റൊരാളുടെ പേരുണ്ടല്ലോ, ഞാൻ നേരത്തെ ചോദിച്ച വിജയ് നായരുടെ കാര്യം. വിജയ് നായർ അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത സുഹൃത്താണ്. അല്ല, ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് സുഹൃത്തുക്കൾ, രാഷ്ട്രീയം നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, രാഷ്ട്രീയത്തിൽ എല്ലാവരുടെയും മനസ്സ് തുറന്ന് ഇദ്ദേഹം അഴിമതിക്കാരനാണോ നോക്കിയിട്ടതും രാഷ്ട്രീയത്തിൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. എന്തോ മൈ ബോയ് എന്നാണ്. അതാ ഞാൻ പറഞ്ഞേ, അദ്ദേഹം നടത്തിയ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിക്ക് കേജ്രിവാൾ ഉത്തരവാദിയാവുന്നത് എങ്ങനെയാണ്? കേജ്രിവാൾ അക്കൗണ്ടബിലിറ്റി വരുന്നത് എങ്ങനെയാണ്? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ തക്ക സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അവിടേക്ക് ഈ ഒരൊറ്റ തെളിവുമായിട്ട് ഇവിടെ എന്തായാലും ഈ മദ്യനയം മാറ്റുന്നതിൽ കോഴ വന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കേജ്രിവാൾ ഇൻവോൾവ് അല്ല. കേജ്രിവാൾ അതിൽ യാതൊരു തരത്തിലും അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഇല്ല. ആ ഇൻവോൾവ്മെന്റ് കെട്ടിച്ചമയ്ക്കുന്ന ഇൻവോൾവ്മെന്റ് ആണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ സർക്കാർ മദ്യനയം മേഖലയ്ക്ക് ആയിട്ട് മാറ്റുന്ന ഒരു ഇടപാടാണ് അവിടെ നടന്നത്. അല്ല, ഞാൻ പൊതുമേഖലയെ മാറ്റിക്കൊണ്ട് മദ്യക്കച്ചവടക്കാർക്ക് വരുവാനുള്ള ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മേഖല. അവിടെ റീറ്റെയിലുകാർക്കും വരുമാനം ഉണ്ടാകുന്നു, ഹോൾസെയിലുകാർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതവിടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട്, അഴിമതി നടന്നത് കൊണ്ടാണല്ലോ പിന്നീട് ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. സ്വകാര്യ കച്ചവടക്കാർ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് വന്നതും. അപ്പോൾ അവിടെ സംശയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കേജ്രിവാളിന് ഇൻവോൾവ്മെന്റ് ഇല്ല, ബാക്കിയുള്ളവരാണ് ഇത് നടത്തിയത് എന്ന് പറയുമ്പോഴാണ് സംശയം. അല്ല, കേജ്രിവാളിലേക്ക് ഇൻവോൾവ്മെന്റ് വരുന്നത് എങ്ങനെയാണ്? കേജ്രിവാളിലേക്കുള്ള ചൂണ്ടുപലകൾ ആവുന്നത് ആരൊക്കെയാണ്? കേജ്രിവാളിനെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ പറയുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ. ശ്രീജിത് പണിക്കർ, ഇതിൽ ഇഡി പറഞ്ഞ കാര്യത്തിന്റെ ക്രക്സ്, മദ്യനയം രൂപവൽക്കരിക്കുന്നതിൽ കേജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട്. അനുകൂലമായി നയം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി, അതായത് സ്വകാര്യ കച്ചവടക്കാർക്ക് നൽകുന്നതിന് വേണ്ടി പ്രതിഫലം എന്ന രീതിയിൽ കേജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി. ഇതിന് പിന്നാലെയാണ് ഈ നയരൂപീകരണം ഉണ്ടായത്.
പഞ്ചാബ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 100 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു. സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ 45 കോടി രൂപ ഗോവ തിരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു. ഇതൊക്കെയാണ് ഇ ഡിയുടെ വാദം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ AAPയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ആയിരുന്നുവല്ലോ അല്ലേ വിജയ് നായർ അല്ലേ? വിജയ് നായർ മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിന്റെ വീട്ടിൽ താമസിച്ചാണ് ഇടപെടലുകൾക്ക് ഇടനില നിന്നത്. സൗത്ത് ഗ്രൂപ്പിന്റെയും AAPയുടെയും ഇടനിലക്കാരനായി വിജയ് നായർ പ്രവർത്തിച്ചു. മലയാളിയാണല്ലോ അല്ലെ? നയരൂപീകരണത്തിന്റെ പേരിൽ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു. കേസിൽ ചോദ്യം ചെയ്ത പലരുടെയും മൊഴികളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിനോദ് വാദിച്ചത് കേജ്രിവാളിന് ഇതിൽ പങ്കാളിത്തമില്ല എന്നാണ്. നോക്കൂ, ശ്രീ വിനോദ് വിൽസൺ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും യുക്തിരഹിതമാണ് എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു സംസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു മദ്യനയം തിരുത്തപ്പെടുന്നു, പുതിയൊരു മദ്യനയം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. ഇംപ്ലിമെന്റ് ചെയ്തത് റൺ ചെയ്യുന്നതിനിടയ്ക്ക് വളരെ വലിയ വിവാദമുണ്ടാകുന്ന സമയത്ത് അത് റിട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഇതിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് പങ്കില്ല എങ്കിൽ അദ്ദേഹം പിന്നെന്താ ഡമ്മിയാണോ? പിന്നെ ആരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്? അദ്ദേഹത്തിന് പങ്കില്ല, അവിടെ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ആരൊക്കെയാണ് തീരുമാനമെടുത്തത്? മനീഷ് സിസോദിയാണോ? മറ്റുള്ള ഏതെങ്കിലും ആം ആദ്മി പാർട്ടി നേതാക്കളാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ താനല്ല ഇതിന്റെ പ്രശ്നക്കാരനെങ്കിൽ ആ പ്രശ്നം നടത്തിയിരിക്കുന്നത് ആരാണ് എന്നെങ്കിലും ചുരുങ്ങിയത് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറിയേണ്ടതല്ലേ? ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം രാജിവെച്ചു പോകണം. അദ്ദേഹം എന്തിനാണ് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെ നിങ്ങൾക്ക് ഭരണത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അറിയാതെയാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള വാദമല്ല ഉന്നയിക്കപ്പെട്ടത്. ഇതിനകത്ത് എവിടെയാണ് അഴിമതി എന്നുള്ളതാണ് ചോദ്യം. എന്താണ് അഴിമതി? ആ അഴിമതി ഉയർത്തിക്കൊണ്ടുവരുന്ന വാദഗതി എന്താണ്? 100 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് എപ്പോഴാണ് ഇ ഡി പറയുന്നത്? അതിനു മുമ്പ് CBI പറഞ്ഞ എത്ര കോടി രൂപയുടെയാണ്? അതിനുശേഷം ഗവർണർ പറഞ്ഞ എത്ര കോടി രൂപയുടേതാണ്? പ്രൊസീജിയർ ലാപ്സ് എന്നാണ് പറഞ്ഞത്. പ്രൊസീജിയർ ലാപ്സിന് എങ്ങനെയാണ് മന്ത്രിമാർ ഉത്തരവാദികളാവുക? അത് എക്സിക്യൂഷന്റെ ഭാഗമല്ലേ? ലളിതമായിട്ടുള്ള ഒരു അത് എക്സിക്യൂഷന്റെ ഭാഗമാണ്. നോക്കൂ, ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു മദ്യനയം ഉണ്ടാക്കുന്നു, ആ മദ്യനയം തിരുത്തുന്നു. ആ മദ്യനയം എങ്ങനെയാണ് പുതുതായിട്ട് തിരുത്തിയതിന് ശേഷം ഏതൊക്കെ ലെവലിലാണ് അപ്രൂവൽ എല്ലാം കഴിയുന്നത്? അവിടെയുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ അപ്രൂവൽ കഴിഞ്ഞ് അത് നോട്ടിഫൈ ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്മളുടെ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ക്യാബിനറ്റിലെല്ലാം ചർച്ച ചെയ്തിട്ട് ഇതെടുക്കുന്നു. പക്ഷേ ഈ ഒരു കേസ് ബിയറിന് 50 രൂപ ഇമ്പോർട്ട് ലെവി ഫീസ് ഇളവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു തീരുമാനം ഏത് ക്യാബിനറ്റ് മീറ്റിംഗ് ആണ് റാറ്റിഫൈ ചെയ്തിരിക്കുന്നത്? ഗവർണറാണ്. താങ്കൾക്ക് അത് പറയാൻ കഴിയുമോ? ഗവർണറാണ് ഈ പോളിസി. ഗവർണറാണ് ക്യാബിനറ്റ് എടുത്തിരിക്കുന്നത്. അല്ലല്ല, ക്യാബിനറ്റ് എടുത്തിട്ട് ഗവർണർ പറഞ്ഞിട്ടാണ്. വിനോദ് പറയുന്നത് പോളിസി സ്റ്റോപ്പ് ചെയ്ത് ഗവർണർ ഇടപെടുന്നു. ഞാൻ പോളിസി സ്റ്റോപ്പ് ചെയ്യുന്നതല്ല പറയുന്നത്. പുതിയ പോളിസി പ്രകാരം ഒരു കേസ് ബിയറിന് 50 രൂപ ഇമ്പോർട്ട് ലെവി തീരുമാനമെടുത്ത് ക്യാബിനറ്റ് ആണ് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളില്ല. ആരായിരിക്കും ആ തീരുമാനം എടുത്തിരിക്കുന്നത്? ഗുണം കിട്ടുന്നത് അവിടെയാണ്. ഇതാണ് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ ശ്രീ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. 380 കോടി രൂപ ഞാൻ പറയുന്നത് ഞാൻ ഈ നിമിഷം 380 കോടി രൂപയുടെ 310 മാസം കച്ചവടം നടത്തി. അങ്ങനെയല്ല, ഞാൻ സംസാരിക്കുമ്പോൾ 380 കോടിയുടെ രൂപയുടെ കച്ചവടം സമയത്ത് അത് ലാഭം കിട്ടി. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു നിഷേധാത്മക നിലപാട് വിനോദ് വിൽസണും ഞാൻ പറയട്ടെ. നോക്കൂ, ഒരു ക്യാബിനറ്റ് സാർ, ഒരു ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന തീരുമാനമാണ് എങ്കിൽ അതിന്റെ ക്യാബിനറ്റ് റെക്കോർഡ് ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു ക്യാബിനറ്റോ മിനിസ്റ്റേഴ്സോ ആ ഒരു തീരുമാനമെടുത്തതായിട്ടുള്ള രേഖകളില്ല എങ്കിൽ അതിനർത്ഥം പിന്നീട് ആരായിരിക്കും തീരുമാനം എടുത്തിരിക്കുക? ഞാൻ നോക്കിയിട്ട് അതിന് സാധ്യത കാണുന്നത് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ തുടങ്ങിയ ആൾക്കാർ എടുത്തിരിക്കണം. കാരണം അത് ക്യാബിനറ്റ് ആണ്, അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യേണ്ടത്. അത് പിന്നീട് റാറ്റിഫൈ ചെയ്തതായിട്ട് അതിനകത്ത് എങ്ങും തന്നെ നമ്മൾ കാണുന്നില്ല. അതേപോലെ ഈ ഹോൾസെയിൽ ആയിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് 5% എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മീഷൻ റേറ്റ്, ആ കമ്മീഷൻ റേറ്റ് എവിടെയാണ് പറഞ്ഞിട്ട് ഇതിനെ 12% മാറ്റിയത്? അത് ഏത് മീറ്റിംഗിലാണ് റാറ്റിഫൈ ചെയ്തിരിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രൊസീജറൽ ലാപ്സ് ആണോ? അല്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇത് ഒരു ആരോപണമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ചീഫ് സെക്രട്ടറി അതിലുള്ള ലാപ്സസ് കണ്ടുപിടിക്കുന്നു. LG അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം അത് അന്വേഷണത്തിന് പോവുകയാണ്. ഈ 338 കോടി രൂപ എന്ന് പറഞ്ഞത് ടെന്റേറ്റീവ്ലി അതവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഏജൻസികളൊന്നുമല്ല.
ഈ ഏജൻസികൾ കൊണ്ടുകൊടുത്തിരിക്കുന്ന രേഖകൾ പരിശോധിച്ചതിന് ശേഷം സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചാണ് പറയുന്നത് 338 കോടിയുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ടെൻഡറ്റീവ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഡറ്റീവ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി അവിടെ ഉണ്ടായിരിക്കണം. ഇത് പണ്ട് സുപ്രീം കോടതി പറഞ്ഞതല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മനീഷ് സിസോദിയുടെ ബെയില് പരിഗണിക്കുന്ന സമയത്ത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒപ്പം താങ്കൾ ഇപ്പോൾ ശശി തരൂരിനെ കൂട്ടുപിടിച്ചിട്ട് ശശി തരൂർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് നോക്കൂ, കോൺഗ്രസിന്റെ അഭിപ്രായം, ശശി തരൂർ അവരുടെ ഒരു MP മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് അല്പം മുമ്പ് ഞാൻ വായിച്ചത്. അതിൽ കോൺഗ്രസ് പാർട്ടി പറയുന്നത് എത്രയോ മാസങ്ങൾക്ക് മുൻപേ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളും മറ്റുള്ള മന്ത്രിമാരും രാജിവെക്കണം, കാരണം ഇതൊരു സ്കാം ആണെന്ന്. ആം ആദ്മി പാർട്ടിയോടുള്ള രാഷ്ട്രീയ നിലപാട് മാറ്റാം, പക്ഷേ അഴിമതിയാവും. ഞാൻ ചോദിക്കുന്നത് ശ്രീ വിനോദ് അങ്ങയുടെ അവസരത്തിൽ സംസാരിക്കും. ഒരു ആം ആദ്മിയായിട്ടുള്ള എനിക്കും സംസാരിക്കാനുള്ള സമയം തരൂ. അങ്ങയുടെ അവസരത്തിൽ അങ്ങ് സംസാരിക്കും. ഇനി താങ്കൾ ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം, ഇവിടെ കോൺഗ്രസ് വിനോദ് നിങ്ങൾ എന്ത് ആം ആദ്മിയാണ്? നിങ്ങളെക്കാൾ കൂടുതൽ ആം ആദ്മി ഞാനാണല്ലോ വിനോദ്. മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഫ്രീ ബി കൊടുക്കുന്നതിന് അപ്പൊ എനിക്ക് ഇച്ചിരി സംസാരിക്കാനുള്ള ഫ്രീ ബിയും കൊടുത്തു. എനിക്ക് അല്പം സമയം തരൂ. ഞാൻ പറയുന്നത് കേജ്രിവാൾ, താങ്കൾ ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇത് ഇലക്ഷനോടനുബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ അറസ്റ്റിലാകുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് ED ആദ്യത്തെ സമൻസ് നൽകുന്നത് ഏതാണ്ട് 5-6 മാസം മുമ്പാണ് സാർ. 5-6 മാസം മുമ്പ് ഒന്നാമത്തെ സമൻസ് കൊടുത്തു. അതിനുശേഷം പിന്നീട് കൊടുത്ത് ഇതെല്ലാം തന്നെ ഞാൻ അവിടെ ഹാജരാവില്ല, എന്നോട് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല, ഇത് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുകൊണ്ട് ഇതെല്ലാം പോയി അറസ്റ്റിനോട് പ്രൊട്ടക്ഷൻ കിട്ടി. അവസാനം അത് തള്ളുന്ന സമയത്ത് 9ാമത്തെ സമൻസ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ ടൈമിംഗ് തീരുമാനിച്ചിരിക്കുന്ന ആരാണ്? കെജ്രിവാൾ ആണെന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? നേരെ മറിച്ച് ഒക്ടോബർ മാസത്തിൽ ആദ്യം ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതേ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ അങ്ങ് പോവുകയാണ്. ശരി, ഞാൻ ED ഓഫീസിൽ വരുന്നു, എന്നെ ചോദ്യം ചെയ്യൂ എന്ന് പറഞ്ഞ് പോവുകയായിരുന്നെങ്കിൽ ഈ ടൈമിംഗ് പറയാൻ പറ്റുമോ? ഇപ്പോൾ 9ാമത്തേത് കഴിഞ്ഞ് കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ടൈമിംഗ് തീരുമാനിച്ചിരുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് പറയാം. ഇനി ഏത് മൊഴിയാണ് അദ്ദേഹത്തിനെതിരെ? ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ അരവിന്ദ് കെജ്രിവാളിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എങ്കിൽ തന്റെ മന്ത്രിസഭ അവിടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മേജർ പോളിസി തിരുത്തി എഴുതപ്പെടുകയും അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയായി തുടരുക? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. അത് മാത്രമല്ല ശ്രീ വിനോദ്, ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുക? ശരിയാണ്, ഭരണഘടനാപരമായിട്ട് കുഴപ്പമൊന്നുമില്ല നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ജയിലിലിരുന്ന് ഞാൻ ഭരണം നിയന്ത്രിക്കുമെന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയും? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. നിലവിൽ നിയമത്തിലുമായി ആലോചിച്ചതിന് ശേഷം പാർട്ടി എടുക്കേണ്ട നയപരമായ കാര്യങ്ങൾ അത് പുറകെ വരും സമയത്തുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ അരവിന്ദ് കെജ്രിവാളിന് ഇതിൻ്റെ ഉത്തരവാദിത്തമില്ലേ, അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ, രാജിവെച്ച് പോകും, അങ്ങനെയൊന്നും അല്ലല്ലോ. അത്തരം ചർച്ചകളിലേക്കല്ല പോകേണ്ടത്. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടോ? ഈ അഴിമതി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണോ? ഇതൊരു ഈ പോളിസിയുടെ ഭാഗമായി ഖജനാവിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഗുണഭോക്താക്കൾ അരവിന്ദ് കെജ്രിവാൾ ഈ പറയുന്ന ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ അധികാരത്തിൽ വന്ന മന്ത്രിയും അതിൻ്റെ ക്യാബിനറ്റുമുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ്. ഇത് വിചാരഘട്ടത്തിൽ വരുമ്പോൾ ഈ കേസ് ഒന്നുമല്ലാതെയായി തീരുമെന്നും ആവിയായി പോകുമെന്നും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന വാദഗതികൾ മാത്രമാണ് ഇന്ന് കോടതിയിൽ ED അടക്കം പറഞ്ഞത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണ് കോൺഗ്രസ് പാർട്ടിയും ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞ എന്താണ്? ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം, അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വലിയ കുറ്റവാളിയായി ചിത്രീകരിച്ച് കൊണ്ടുവന്ന് ജയിലിൽ അദ്ദേഹത്തെ ഇനിയും അനിശ്ചിതമായ സമയങ്ങളിൽ ഇടാനുള്ള സാഹചര്യം, ഇലക്ഷനിൽ ഏത് വിധേനയും ജയിക്കുക എന്നുള്ള രാഷ്ട്രീയം മാത്രമാണ്. പറഞ്ഞതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത് അറസ്റ്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യാമായിരുന്നുവല്ലോ എന്ന്. അപ്പോൾ കോൺഗ്രസ് ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ശരി, വിനോദിന് പോകണം, അവർ മറ്റൊരു ചർച്ചയിൽ പോകണം, അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ ഈ നേരത്തെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഒരേ യോഗത്തിൽ പങ്കെടുത്തതാണല്ലോ. അപ്പോൾ ഈ കേരളത്തിനെ സാമ്പത്തികമായി തകർക്കുകയാണ് എന്നുള്ള ആ ഒരു വലിയ സമരം നടന്നപ്പോൾ അന്ന് തന്നെ കെജ്രിവാൾ പറഞ്ഞിരുന്നു, എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്, അവിടെ ഇന്ത്യ മുന്നണിയിലെ മറ്റുള്ളവരെയും ജയിലിലേക്ക് അയക്കുവാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട് എന്ന്. അപ്പോൾ ഇനി കേജ്രിവാളിന് പിന്നാലെ മറ്റുള്ളവരും ഉണ്ടാകുമെന്നാണോ?
അല്ല, അത് ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിലും BJP എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മഞ്ജുഷ്. ഇപ്പോ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? മഹാരാഷ്ട്രയില് ഈ NCP മറുപക്ഷത്തായിരുന്നു, BJPയുടെ മറുപക്ഷത്തായിരുന്നപ്പോ പ്രഫുൽ പട്ടേലിനെ വിളിച്ചത് എന്താണ്? നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി, അതിന്റെ ലീഡർ എന്നാണ് NCP കൊടുത്ത പേര് തന്നെ, നിർവചനം തന്നെ BJP. ഇപ്പൊ അദ്ദേഹം ED ഒരുപാട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ, ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന നില ഉണ്ടായിരുന്നതല്ലേ. ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് അതെല്ലാം മാറി, പട്ടേൽ വിശുദ്ധനായി. ഇപ്പൊ അദ്ദേഹം ഭരണത്തിന്റെ ഭാഗവുമാണല്ലോ. ഇപ്പൊ NCPയെ ഇങ്ങനെ വിശേഷിപ്പിക്കുമോ BJP? ഇല്ലേ, ഇല്ല. അത് കാരണം അവരുടെ കൂട്ടത്തിലാണ് ഒരു കഷ്ണം, നമ്മുടെ കഷ്ണമാണല്ലോ പവാറിന്റെ കൂട്ടത്തിലുള്ളത്. അപ്പൊ അത് അതിനെ അങ്ങനെ തന്നെയാണ് BJP കാണുന്നതും ഇടപെടുന്നതും നിലപാടുകൾ സ്വീകരിക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ എന്നുള്ളത് ഈ രാജ്യത്ത് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. പിന്നെ കേരളത്തിലേക്ക് ഇങ്ങനെ വരുമോ? ഇത് ഇപ്പൊ ED ആദ്യമായിട്ടല്ലല്ലോ കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഐസക്കിന് എത്രാമത്തെ പ്രാവശ്യമാണ് സമയം കൊടുക്കുന്നത്? അതിപ്പോ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയാണല്ലോ. പിന്നെ ഇതിന്റെ അകത്ത് ഡൽഹിയിലെ പൊളിറ്റിക്സ് ഒന്ന് അന്വേഷിച്ച് നോക്കൂ മഞ്ജുഷ്. അവിടെ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ താങ്കൾക്ക്, അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കണേ. ഇപ്പോ ഡൽഹിയിൽ അഴിമതി ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡൽഹി നിവാസികൾ വിശ്വസിക്കുകയേയില്ല. അത് BJPയുടെ കേന്ദ്ര ഭരണത്തിലും ഇവരുടെ ആം ആദ്മിയുടെ ഡൽഹി ഭരണത്തിലും ഒരു അഴിമതി, മുഴുവൻ അഴിമതിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഡൽഹി നിവാസികൾ ഏറെയും. അപ്പൊ അങ്ങനെയാണ്. പക്ഷേ കേന്ദ്രത്തിൽ BJPക്ക് സീറ്റ്, സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിക്ക് സീറ്റ്. ഇതാണ് അവര് സ്വീകരിച്ചു പോകുന്ന 2012 മുതൽ അങ്ങനെ സ്വീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ നിലവാരം കാണിച്ചു പോന്നിരുന്നത്. അതിനാണ് ഇപ്പോ ഈ പുതിയ നടപടിയോടുകൂടി വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ സഖ്യം അങ്ങനെ വിചാരിക്കുന്നുണ്ടോ അവര് പറയേണ്ട കാര്യമാണ്, അവരുടെ ആൾക്കാരും ഇവിടെ ഇല്ലേതായാലും. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പറഞ്ഞ 7 ലോക്സഭയിൽ എത്ര BJPക്ക് കിട്ടും എന്ന് ചോദിച്ചാൽ അതാണ് ഇനിയുള്ള നാളുകളിൽ മറുപടിയായിട്ട് വരാനുള്ളത്. ആ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ചെറിയ ചോദ്യമായിട്ട് ഒതുങ്ങില്ല. അതിൽ കോൺഗ്രസിനും ഈ 7 സീറ്റ് കിട്ടും എന്നുള്ള നിലയിലേക്ക് ഡൽഹി നിവാസികൾ ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഇമ്പാക്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി, ഞാൻ പോയിന്റ് ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ്. നന്ദി. പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്ത ശ്രീ S. ജയസൂര്യൻ, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ വിനോദ് മാത്യു വിൽസൺ. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.